കേസിൽ കോടതി വിധിയിൽ പലരും പ്രതികരണവുമായി എത്തി. അതായത് ഇപ്പോഴും ചിലർ ദിലീപ് തന്നെയാണ് കുറ്റക്കാരനാണെന്ന് പറയുമ്പോൾ മറ്റു ചിലർ ദിലീപ് അല്ല, കോടതിയുടെ വിധി ഞങ്ങൾ അംഗീകരിക്കുകയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് ആക്രമിക്കപ്പെട്ട നടി ഇതുവരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ആദ്യമായി ഈ ഒരു കേസിന്റെ വിധിയിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് അതിജീവിത. 8 വർഷം 9 മാസം 23 ദിവസങ്ങൾ എന്റെ ഏറ്റവും വേദനാജനകമായ ഈ യാത്രയുടെ അവസാനമെന്നോണം വെളിച്ചത്തിന്റെ ഒരു നേരിയ കണിക ഞാൻ കണ്ടു. പക്ഷേ വിചാരണ കോടതിയിൽ എനിക്ക് വിശ്വാസമില്ലെന്നും വിധിയിൽ അത്ഭുതമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നടി പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ആദ്യമായിട്ടാണ് നടി ഈ കാര്യത്തിൽ പ്രതികരിക്കുന്നത്. എന്തിന് എന്റെ വേദനകളെ നുണയെന്നും ഈ ഒരു സംഭവം തന്നെ ഞാൻ കെട്ടിച്ചമച്ച കഥയാണെന്നും പരിഹസിച്ചവർക്കായി ഈ ഒരു വിധിയെ ഞാൻ സമർപ്പിക്കുന്നു. ഒന്നാം പ്രതി തന്റെ ഡ്രൈവറാണെന്ന് പറയുന്നത് ശുദ്ധ നുണയാണ്. അയാൾ എന്റെ ഡ്രൈവറോ എന്റെ ജീവനക്കാരനോ അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും തരത്തിൽ പരിചയമുള്ള വ്യക്തിയല്ല. ഈ വിധി പലരെയും നിരാശപ്പെടുത്തിയിരിക്കാം. പക്ഷേ എനിക്കിതിൽ ഒട്ടും അത്ഭുതമില്ല. കാരണം 2020 അവസാനം തന്നെ ചില അന്യായമായ നീക്കങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടിരുന്നു. കുറ്റാരോപിതൻ ഒരാളുടെ കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ മാത്രം കേസ് അതുവരെ കൈകാര്യം ചെയ്തുവെന്ന രീതിയിൽ നിന്നും മാറ്റം സംഭവിക്കുന്നു. മാത്രമല്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എനിക്ക് ഈ കോടതിയിൽ തീർത്തും വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പലതവണ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും സമീപിച്ചിരുന്നു. ഈ പ്രസ്തുത ജഡ്ജിൽ നിന്നും ഈ കേസ് മാറ്റണമെന്നുള്ള എന്റെ എല്ലാ ഹർജിയും അപേക്ഷയും നിഷേധിക്കുകയായിരുന്നു. അതുകൊണ്ട് വിചാരണ കോടതിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ഇവിടെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ ഉണ്ട് എന്ന രീതിയിലാണ് നടി ഇപ്പോൾ ആദ്യമായി പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്.